പോകുന്നത് ഈഗിളിനെ പറ്റിയാണ്. ഈ ഈഗിൾ എല്ലാ പക്ഷികളെക്കാളും ഏറ്റവും ഉയർത്തി പറക്കുന്നതാണ്. ഈഗിളിൻ്റെ കാക്കയെക്കാളും ഉയർന്ന് പറക്കാൻ എനർജിയുണ്ട്. ഈഗിൾ ചിറകടിക്കാതെ ചിറകടിച്ച് പറക്കും. ഈഗിളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വഴി കാറ്റടിച്ചാലും അതിൽ നിന്ന് എതിരായിട്ട് എനർജിയോടെ അതിനുള്ള എനർജിയോടെ എടുത്ത് തിരിച്ച് പറക്കും. ആ കാറ്റ് അടിച്ച് പോകുന്നില്ല ഈഗിൾ ഏജാകും തോറും ഇതിൻ്റെ ശക്തി ഓരോന്നോരോന്ന് കുറഞ്ഞു വരും. അതുകൊണ്ട് ഈ ഈഗിൾ ഉള്ള എനർജി എടുത്ത് വലിയ ഒരു പാറമേളിൽ പോയി അതിൻ്റെ ചുണ്ടുകൊണ്ട് തൂവലുകളെല്ലാം അത് കൊത്തി കളയും. ചുണ്ടുകൊണ്ട് അതിൻ്റെ കാലിലുള്ള നഖങ്ങളെല്ലാം കൊത്തി പൊട്ടിക്കും. ചുണ്ടുകൊണ്ട് പാറക്കല്ലിൽ കൊത്തി വരച്ച് ചുണ്ടും പൊട്ടിക്കും. അത് അത്രയും പെയിൻഫുൾ അനുഭവിച്ച് അതെല്ലാ കാര്യങ്ങളും ചെയ്യും. അതിനൊരു പുതിയ ലൈഫ് കിട്ടാൻ വേണ്ടി അത് ഫുൾ അനുഭവിച്ച് എല്ലാ കാര്യങ്ങളും അത് കൃത്യമായി ചെയ്യും. ഈഗിൾ കുറച്ച് ദിവസം ഫുഡും ഭക്ഷണമൊന്നും കഴിക്കാതെ അതിൻ്റെ ആ ഒരു വേദനയും സഹിച്ച് ആ പാറമകളിൽ അങ്ങനെ ജീവിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് പുതിയ തൂവലും പുതിയ നഖങ്ങളും പുതിയ ചുണ്ടും അതിന് കിട്ടും. ചുണ്ട് കിട്ടും. ഇതെല്ലാം പുതിയതാകുമ്പം ഈ ഈഗിളുടെ നേരത്തെക്കാളും കുറച്ചും കൂടെ എനർജി അതിന് ലഭിക്കും. ഇത് കുറച്ചും കൂടെ എനർജി ലഭിച്ചാൽ അത് കുറച്ചും ഉയരത്തിൽ പറക്കാനും പറ്റും. അതിന് ഈഗിൾ പറന്ന് അതിന് ആവശ്യമുള്ള ഫുഡുകളെല്ലാം അത് കഴിക്കും. ഈ ഈഗിൾ അത്രയും പെയിൻഫുൾ അനുഭവിച്ചാണ് അതിൻ്റെ ദേഹത്തുള്ള ഓരോരോ കാര്യങ്ങളും അത് കളയുന്നത്. ഈഗിളിന് ഏജ് ആവും തോറും അതിന് ഏജാവുന്ന ആ ഈഗിളിൻ്റെ എനർജി ഫുള്ളും പോവുകയാണ്. അതുകൊണ്ട് ആ എനർജി തിരിച്ചെടുക്കാൻ വേണ്ടി അതിൻ്റെ ദേഹത്തുള്ള ഓരോ അവയവങ്ങളും അത് കൊത്തി പൊളിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അത് പുതുതായി വളർന്ന് വരികയും ചെയ്യും. അത് എല്ലാവർക്കും ആ ഈഗിൾ കിട്ടിയതിന് ശേഷം ആ ഒരു പുതിയ ലൈഫ് കിട്ടിയതിന് ശേഷം ആ ഈഗിൾ ഭയങ്കര സന്തോഷവാനായിരിക്കും. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ മനുഷ്യരും ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലും ഓരോ ബാഡ് തിങ്സ് ബാഡ് ഫ്രണ്ട്സ് ബാഡ് മൈൻഡ്സ് അങ്ങനെ കുറേ ബാഡ് സംഭവങ്ങളാണ്. അതെല്ലാം നമ്മൾ ഇങ്ങനെ ഫ്ലക്സ് ചെയ്ത് കളയണം. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം നമ്മൾ കളയണം. ഇത് ഓരോന്നും കളയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പോകും. വിശ്വാസത്തിലുള്ള പെണ്ണാണ് അങ്ങനെയൊക്കെ വന്ന് പോകും. ബട്ട് നമ്മൾ അതിനൊന്നും ഫേസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഓരോരോ കാലം ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പെയിൻഫുൾ അനുഭവിച്ച് നമ്മൾ വന്നുകൊണ്ടിരിക്കണം. നമ്മൾ ആ ഒരു പെയിൻഫുൾ അറിഞ്ഞ് ദൈവം നമ്മളെ ഇനിയും ഉയർത്തിക്കൊണ്ട് വരും. ഇതിന് വാക്യമുണ്ട്. ക്രിസ്ത്യൻ 36:26 ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജലത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ആമേൻ.